ഹായ് ഫ്രണ്ട്സ്, Eduplus ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധുനിക ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എത്രത്തോളം ഇത് പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിൽ ഒരു പെർഫെക്ഷനോടുകൂടി ആൻസർ എഴുതാൻ സാധിക്കും. നമ്മുടെ സമയം ലാഭിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. Which of the following was not the recommendation of Motilal Nehru Committee? Which of the following was not the recommendation of Motilal Nehru Committee? 1928 മോത്തിലാൽ നെഹ്റു കമ്മിറ്റി എന്ന് ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻസ്: എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫെഡറൽ ഗവൺമെൻറ്, എലക്റ്റഡ് ഗവൺമെൻറ് ഇൻ പ്രോവിൻസസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡയാർക്കി സിസ്റ്റം, പ്രൊവിഷൻ ഓഫ് സിവിൽ ലിബർട്ടീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. റെക്കമെൻഡേഷൻ അല്ലാത്തതാണ് ഓപ്ഷൻ സി. ആയത് നമുക്ക് പഠിക്കാം. മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങളാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫെഡറൽ ഗവൺമെൻറ്, എലക്റ്റഡ് ഗവൺമെൻറ് ഇൻ പ്രോവിൻസസ്, പ്രൊവിഷൻ ഓഫ് സിവിൽ ലിബർട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട് amount of 1 lakh rupee was earmarked for education? In which of the following act amount of 1 lakh rupee was earmarked for education? Options: Charter Act 1833, Charter Act 1813, Charter Act 1856, Charter Act 1793. ആൻസർ ഓപ്ഷൻ ബി ആണ്. ചാർട്ടർ ആക്ട് 1813. വിദ്യാഭ്യാസത്തിന് വേണ്ടി 1 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുള്ള നിയമമായിരുന്നു ചാർട്ടർ ആക്ട് 1813. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദി 1857 റിവോൾട്ട്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദി 1857 റിവോൾട്ട്? ഓപ്ഷൻസ്: കൺവർ സിംഗ് റിവോൾട്ടഡ് ഫ്രം ലക്നൗ, ദിസ് റിവോൾട്ട് കുഡ് നോട്ട് അട്രാക്ട് മാസസ്, ഗ്രീസ്ഡ് കാട്രിഡ്ജ് വാസ് ഇമ്മീഡിയറ്റ് കോസ് ഓഫ് റിവോൾട്ട്, ബഹദൂർ ഷാ സഫർ വാസ് പ്രൊക്ലൈംഡ് ആസ് എംപറർ ഓഫ് ഇന്ത്യ ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് റിവോൾട്ട്. ഇതിൽ റോങ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ലക്നൗവിലെ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. അപ്പോൾ ഈ റിവോൾട്ട് കുഡ് നോട്ട് അട്രാക്ട് മാസസിനെ അട്രാക്ട് ചെയ്തില്ല. ഗ്രീസ്ഡ് കാട്രിഡ്ജ് വാസ് ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദി റിവോൾട്ട്. ബഹദൂർ ഷാ സഫർ വാസ് പ്രൊക്ലൈംഡ് ആസ് എംപറർ ഓഫ് ഇന്ത്യ ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് റിവോൾട്ട്. ഇത് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദി വെർണാക്കുലർ പ്രസ് ആക്ട്? കറക്റ്റ് അബൌട്ട് ദി വെർണാക്കുലർ പ്രസ് ആക്ട്. ഓപ്ഷൻസ്: ലോർഡ് കാനിങ് വാസ് ബിഹൈൻഡ് ദി ക്രിയേഷൻ ഓഫ് ദിസ് ആക്ട്, ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ലിട്ടൺ ആൻഡ് റീപ്ലേസ്ഡ് ബൈ ലോർഡ് റിപ്പൺ, വെർണാക്കുലർ പ്രസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1872, ഓൾ ഓഫ് ദി എബോവ്. ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ലിട്ടൺ ആൻഡ് റിപ്പീൽഡ് ബൈ ലോർഡ് റിപ്പൺ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ? ഓപ്ഷൻസ്: ഇറ്റ് റിജക്റ്റഡ് ദി ക്രിയേഷൻ ഓഫ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ, ഇറ്റ് റെക്കഗ്നൈസ്ഡ് ഇന്ത്യാസ് റൈറ്റ് ടു സെസീഡ് ഫ്രം ദി കോമൺവെൽത്ത്, ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ക്യാബിനറ്റ് ആർ ടു ബി ഇന്ത്യൻസ്, ഇറ്റ് ഗേവ് സ്കോപ്പ് ടു ദി കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോട്ട് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ശരിയായത് പഠിക്കാം. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഇറ്റ് റിജക്റ്റഡ് ദി ക്രിയേഷൻ ഓഫ് സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ, ഇറ്റ് റെക്കഗ്നൈസ്ഡ് ഇന്ത്യാസ് റൈറ്റ് ടു സെസീഡ് ഫ്രം ദി കോമൺവെൽത്ത്, ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ക്യാബിനറ്റ് ആർ ടു ബി ഇന്ത്യൻസ്. ഓപ്ഷൻ എ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോർ പാകിസ്ഥാൻ എന്നുള്ളത് ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ നമുക്കത് അവർ അംഗീകരിച്ചു എന്ന് തോന്നും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ദി നെഹ്റു ലിയാഖത്ത് പാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വാസ് സൈൻഡ് ടു സോൾവ് ദി പ്രോബ്ലം ഓഫ്? നെഹ്റു ലിയാഖത്ത് പാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വാസ് സൈൻഡ് ടു സോൾവ് ദി പ്രോബ്ലം ഓഫ്? ഓപ്ഷൻസ്: മൈനോറിറ്റീസ്, the accession of the princely states, the border issues, foreign relations. ആൻസർ ഓപ്ഷൻ എ ആണ്. മൈനോറിറ്റീസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഹ്റു ലിയാഖത്ത് പാക്ട് സൈൻ ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഇത് സൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: മെയിൻ റീസൺ ബിഹൈൻഡ് ദി സൂററ്റ് സ്പ്ലിറ്റ് വാസ്? ദി മെയിൻ റീസൺ ബിഹൈൻഡ് ദി സൂററ്റ് സ്പ്ലിറ്റ് വാസ്? ഓപ്ഷൻസ്: differences between the moderate and extremist over spreading the movement of anti-Bengal partition to rest of India. Moderate did not want to confine the movement to Bengal. Extremist wanted to confine anti-partition movement to Bengal. None of the above.
ഇങ്ങനെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. കാരണം ഏറ്റവും വലിയ ആൻസർ ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്. സാധാരണയിലും കൂടുതലായിട്ട് ഒരു ഓപ്ഷൻ വലുതായി കാണുകയാണെങ്കിൽ അതെന്തായാലും ആൻസർ ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ എല്ലാ എക്സാമിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോജിക്ക് കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. നമുക്കറിയാം 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ഈ ബംഗാൾ വിഭജനത്തിനെ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് സമരങ്ങൾ സംഘടിപ്പിച്ചു. അതാണ് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഈ സ്വദേശി മൂവ്മെൻറ്റും പ്രസ്ഥാനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ബംഗാളിൽ മാത്രം ഒതുങ്ങണമെന്ന ഒരു ഗ്രൂപ്പും ബംഗാളിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനായിട്ടും വ്യാപിക്കണമെന്ന് മറ്റൊരു ഗ്രൂപ്പും ആവശ്യപ്പെട്ടു. കോൺഗ്രസ്സിലെ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിൽ ഈ ഒരു ഭിന്നതയുണ്ടായിരുന്നു. അതാണ് സൂററ്റ് സ്പ്ലിറ്റിലേക്ക് നയിച്ചത്. ഡിഫറൻസസ് ബിറ്റ്വീൻ ദി മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഓവർ സ്പ്രെഡിംഗ് ദി മൂവ്മെൻറ്റ് ഓഫ് ആൻറ്റി ബംഗാൾ പാർട്ടീഷൻ ടു ദി റെസ്റ്റ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ധാക്ക അനുശീലൻ സമിതി വാസ് ഫൗണ്ടഡ്? ഇൻ വിച്ച് ഇയർ ധാക്ക അനുശീലൻ സമിതി വാസ് ഫൗണ്ടഡ്? ഓപ്ഷൻസ് 1905, 1907, 1902, 1916. ആൻസർ ഓപ്ഷൻ എ ആണ് 1905. ധാക്ക അനുശീലൻ സമിതി രൂപീകരിച്ചത് 1905. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി ഹോം റൂൾ മൂവ്മെൻറ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി ഹോം റൂൾ മൂവ്മെൻറ്റ്? Options: idea of home rule was suggested by Annie Besant in Bombay session in 1915. During this movement, Tilak gave the statement that Swaraj is my birthright. Sindhi community participated for first time in freedom struggle during the home rule movement. All of the above. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റ് ആണ്. ഹോം റൂൾ എന്നുള്ള ആശയം ആനി ബെസന്റ് ആണ് 1915 ബോംബെ സെഷനിൽ അവതരിപ്പിക്കുന്നത്. ഹോം റൂൾ മൂവ്മെൻറ്റിൻ്റെ സമയത്താണ് തിലക് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ആദ്യമായിട്ട് സിന്ധി കമ്മ്യൂണിറ്റി പങ്കെടുക്കുന്നതും ഹോം റൂൾ മൂവ്മെൻറ്റിൻ്റെ സമയത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is or are correct about the non-cooperation movement? Options: Rowlatt Act, Jallianwala Bagh massacre and other forms of oppression were main reason behind this movement. It attracted the masses. Chauri Chaura incident was responsible for withdrawal of this movement. All of the above. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റ് ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങാൻ കാരണം റൗലറ്റ് ആക്ട്, ജാലിയൻവാല ബാഗ് മസാക്കർ, അതുപോലെ മറ്റുള്ള ഓപ്പറേഷൻസും ആണ്. അതുപോലെ ഇറ്റ് അട്രാക്റ്റഡ് ദി മാസസ്, ജനങ്ങളെ കൂടുതൽ ആകർഷിച്ചു. ചൗരി ചൗര ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഈ മൂവ്മെൻറ്റ് പിൻവലിക്കാൻ കാരണമായി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്ത്യൻ പ്രോവിൻസ് വാസ് അനെക്സ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് അലീജ്ഡ് മിസ്ഗവേണൻസ്? Which of the following Indian province was annexed on account of alleged misgovernance? Options: Oudh, Satara, Jhansi, Mysore. ആൻസർ ഓപ്ഷൻ എ ആണ്. ഔദ് ആണ്. ബ്രിട്ടീഷുകാർ മിസ്ഗവേണൻസിൻ്റെ പേരിൽ പിടിച്ചെടുത്ത പ്രോവിൻസ് ആണ് ഔദ്. Next one, who was the Governor General of India at the time of formation of Indian National Congress? Who was the Governor General of India at the time of formation of Indian National Congress? Options: Lord Lytton, Lord Dufferin, Lord Elgin, Lord Minto. ആൻസർ ഓപ്ഷൻ ബി ആണ്. ലോർഡ് ഡഫറിൻ. ഡഫറിൻ്റെ കാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി പ്ലേ നീൽ ദർപ്പൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഇൻഡിഗോ റിവോൾട്ട് ഓഫ് ബംഗാൾ. ഹൂ റോട്ട് ദിസ് പ്ലേ? ഇതിൽ തന്നെ 3 ചോദ്യങ്ങളുണ്ട്. നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ഒരു പ്ലേ ആണ്, നാടകമാണ്. ഇത് ബംഗാളിലുള്ള ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച് പറയുന്നതാണ്. 1858 ബംഗാളിൽ നടന്ന ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ്. ഇത് എഴുതിയത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഈശ്വരചന്ദ്രഗുപ്ത, ദീൻബന്ധു മിത്ര, ഭാനു ബന്ദോപാധ്യായ, രാജശേഖർ ബസു. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദീൻബന്ധു മിത്ര. നീൽ ദർപ്പൺ എഴുതിയത് ദീൻബന്ധു മിത്ര. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ലോർഡ് വില്യം ബെൻഡിക് ആൻഡ് ചൂസ് ദി കറക്റ്റ് വൺ. സ്റ്റേറ്റ്മെൻ്റ് ആണ്: ബെൻഡിക് വാസ് ദി ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഹി വാസ് തോട്ട് ടു ബി എ റിഫോം ഓറിയൻറ്റഡ് പേഴ്സൺ. ഹി ബ്രോട്ട് എ ലോ അഗെയിൻസ്റ്റ് സതിപ്രഥ. ഓപ്ഷൻസ്: 1 and 2, 2 and 3, 3 only, 1, 2 and 3. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. വില്യം ബെൻഡിക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഹി വാസ് തോട്ട് ടു ബി എ റിഫോം ഓറിയൻറ്റഡ് പേഴ്സൺ. ഹി ബ്രോട്ട് എ ലോ അഗെയിൻസ്റ്റ് സതി.
അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. Permanent settlement system was introduced by Lord Wellesley in 1793. It was introduced on the recommendations of Sir John Shore. Options: 1 only, 2 only, both 1 and 2, neither 1 nor 2. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് സർ ജോൺ ഷോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following pairs is not correctly matched? Which of the following pairs is not correctly matched? Options: Pitt's India Act, Warren Hastings; Doctrine of Lapse, Dalhousie; Vernacular Press Act, Curzon; Ilbert Bill, Ripon. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വരുന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്ട് വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ സമയത്താണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് ഡൽഹൗസി ആണ്. വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് കേഴ്സൺ അല്ല, ലിട്ടൺ ആണ്. ഇൽബർട്ട് ബില്ല് റിപ്പൻ്റെ കാലത്താണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് വൺ. Warren Hastings was the first Governor General who established a regular police force in India on the British pattern. A Supreme Court was established at Calcutta by the Regulating Act 1773. The Indian Penal Code came into effect in year 1860. Options: only 1 and 2, only 2 and 3, only 1 and 3, all of the above. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 and 3. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ തെറ്റാൻ പാടില്ല. കറക്റ്റ് ആണോ റോങ് ആണോ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. A Supreme Court was established at Calcutta by the Regulating Act 1773. The Indian Penal Code came into effect in the year 1860. അടുത്ത ക്വസ്റ്റ്യൻ, the instrument of instructions contained in the Government of Act 1935 have been incorporated in the Constitution of India in the year 1950 as. Options: fundamental rights, directive principles of state policy, extent of executive power of state, conduct of business of the Government of India. ആൻസർ ഓപ്ഷൻ സി ആണ്, എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെട്ട ഒന്നാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇത് 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉൾപ്പെടുത്തിയിരുന്നു. അത് ഏത് രീതിയിലാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ് എന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ദി പ്രിൻസിപ്പൽ ഫീച്ചർ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919? Introduction of diarchy in the executive government of the provinces, introduction of separate electorate for Muslims, devolution of legislative authority by the center to the provinces. Options: only 1, only 2 and 3, only 1 and 3, all of the above. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 3. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കി അതിൻ്റെ പ്രത്യേകതയാണ്. അതിലെവിടെയാണ് എന്നുള്ളതാണ് തെറ്റാൻ സാധ്യത. പ്രോവിൻസിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രോവിൻസിലാണ്. അതുപോലെ ഡിവല്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അതോറിറ്റി ബൈ ദി സെൻറ്റർ ടു ദി പ്രോവിൻസ്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ് എന്നുള്ളത് 1909 ആക്ടിൻ്റെ പ്രത്യേകതയാണ്. ഡയാർക്കിയിലെ ഡൈ എന്ന് പറയുമ്പോൾ 2 എന്ന് ഓർക്കുക. 2 19 ഉണ്ട്. അപ്പോൾ ആ 1919 ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ പോളിസി ഇൻ ഇന്ത്യ? Wood's Dispatch 1854 brought downward filtration theory. Charter Act of 1813 sanctioned 1 lakh rupee for educational development. Options: 1 only, 2 only, none of them, both of them. ആൻസർ ഓപ്ഷൻ ഡി ആണ്, രണ്ടും ശരിയാണ്. വുഡ്സ് ഡെസ്പാച്ച് 1854 ബ്രോട്ട് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ് എഡ്യൂക്കേഷന് വേണ്ടി 1 ലക്ഷം രൂപ മാറ്റിവെച്ചത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ചമ്പാരൻ സത്യാഗ്രഹ വാസ് റിലേറ്റഡ് ടു ഇൻഡിഗോ ഫാമിംഗ്. ഖേദ സത്യാഗ്രഹ വാസ് എഗെയിൻസ്റ്റ് ദി റവന്യൂ പോളിസി ഓഫ് ഗവൺമെൻറ്. ഓപ്ഷൻസ്: 1 only, 2 only, none of them, both of them. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ഓഫ് ദം. രണ്ടും ശരിയാണ്. ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഇൻഡിഗോ ഫാമിംഗ്. ഖേദ സത്യാഗ്രഹ വാസ് എഗെയിൻസ്റ്റ് ദി റവന്യൂ പോളിസി ഓഫ് ദി ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദി റെക്കമെൻഡേഷൻസ് ഓഫ് സൈമൺ കമ്മീഷൻ? അബോളിഷൻ ഓഫ് ഡയാർക്കി,
continuation of communal electorates, extension of responsible government to the provinces. Options 1 and 2 only, 2 and 3 only, 1 and 3 only, all of the above. ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. സൈമൺ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ് അബോളിഷൻ ഓഫ് ഡയാർക്കി, കണ്ടിന്യൂവേഷൻ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ്, എക്സ്റ്റൻഷൻ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ടു ദി പ്രോവിൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രാച്ചെ കമ്മീഷൻ വാസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ പോളിസി, ഫാമിൻ പോളിസി, ലാൻഡ് റവന്യൂ പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫാമിൻ പോളിസി. സ്ട്രാച്ചെ കമ്മീഷൻ വാസ് റിലേറ്റഡ് ടു ഫാമിൻ പോളിസി. സ്ട്രാച്ചെ കമ്മീഷൻ, ഫാമിൻ പോളിസി. അടുത്ത ക്വസ്റ്റ്യൻ. ദി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 വാസ് പാസ്ഡ് വിത്ത് ദി എയിം ഓഫ്. നമ്മൾ നേരത്തെ പഠിച്ചു, കഴ്സൻ്റെ പീരീഡിലാണ് യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കുന്നത്. 1904 ഇത് പാസ്സാക്കിയത്. അതിൻ്റെ എയിം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: എസ്റ്റാബ്ലിഷിംഗ് യൂണിവേഴ്സിറ്റീസ് അറ്റ് അലഹാബാദ് ആൻഡ് ലക്നൗ, കൺട്രോളിംഗ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്, ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ടീച്ചേഴ്സ്, ഇൻക്രീസിംഗ് പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 ലക്ഷ്യം എന്ന് പറയുന്നത് കൺട്രോളിംഗ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ എഞ്ചിനീയറിംഗ് കോളേജ് അറ്റ് റൂർക്കെ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വുഡ്സ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, റാലി കമ്മീഷൻ, സർജൻ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, വുഡ്സ് ഡെസ്പാച്ച്. വുഡ്സ് ഡെസ്പാച്ച് പ്രകാരമാണ് എഞ്ചിനീയറിംഗ് കോളേജ് അറ്റ് റൂർക്കെ സ്ഥാപിച്ചത്. നെക്സ്റ്റ് വൺ. ദി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ വാസ് ഫോംഡ് ഇൻ 1885 ഇൻ ഒപ്പോസിഷൻ ടു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885 രൂപീകരിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. ഇൻ ഒപ്പോസിഷൻ ടു സോൾട്ട് ടാക്സ്, ലിറ്റൻസ് റിയാക്ഷണറി പോളിസീസ്, ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി, ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി കോഡ്സ്. ഓപ്ഷൻസ് 1, 2 and 4 only, 1 and 3 only, 2 and 3 only, all of the above. ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സിക്ക് എതിരായിട്ടും ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസിക്ക് എതിരായിട്ടുമാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഇന്ത്യ ലീഗ്, ദാദാബായ് നവറോജി, പൂന സാർവജനിക് സഭ, MG റാനഡെ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ബദറുദ്ദീൻ തയാബ്ജി. ഓപ്ഷൻസ് 1 only, 1 and 3 only, 2 and 3 only, all of the above. ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് MG റാനഡെയാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബദറുദ്ദീൻ തിയാബ്ജി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? രാമോസി റൈസിംഗ്, ചിറ്റൂർ സിംഗ്, സാന്താൾ റൈസിംഗ്, ബിർസ മുണ്ട, സത്താറ റിവോൾട്ട്, ദാർ റാവോ. ഓപ്ഷൻസ് 1 only, 1 and 3 only, 2 and 3 only, all of the above. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 and 3 ആണ് കറക്റ്റായി മാച്ച് ചെയ്യുന്നത്. റാമോസി റൈസിംഗ്, ചിറ്റൂർ സിംഗ് ആണ്. റാമോസി റൈസിംഗ്, ചിറ്റൂർ സിംഗ്, സത്താറ റിവോൾട്ട്, ദാർ റാവോ. സത്താറ റിവോൾട്ട്, ദാർ റാവോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദി മെയിൻ റീസൺ ഫോർ ദി റൈസ് ഓഫ് ഫറൈസി മൂവ്മെൻറ്റ്? വാട്ട് വാസ് ദി മെയിൻ റീസൺ ഫോർ ദി റൈസ് ഓഫ് ഫറൈസി മൂവ്മെൻറ്റ്? ഓപ്ഷൻസ്: അറ്റാക്ക് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഓൺ ഇസ്ലാമിക് റിലീജിയൻ, oppression of Muslim tenants by the East India Company, oppression of Muslim tenants by Hindu zamindars, ambition to make India an Islamic country. ആൻസർ ഓപ്ഷൻ ബി ആണ്, oppression of Muslim tenants by the East India Company. ഫറൈസി മൂവ്മെൻറ്റ് ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം oppression of Muslim tenants by the East India Company. അടുത്ത ക്വസ്റ്റ്യൻ. In which of the following the dominion status for the country was demanded? Calcutta Session 1920, Pune Pact 1932, Gandhi-Irwin Pact 1931, Lucknow Pact 1916. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലക്നൗ പാക്ട് 1916. 1916 ലക്നൗ പാക്റ്റിലാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണമെന്ന് ആവശ്യമുയർന്നത്. നെക്സ്റ്റ് വൺ. ആഫ്റ്റർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസിഡൻറ്റ് ദി ബർദോളി റെസൊല്യൂഷൻ വാസ് പാസ്ഡ്? ആഫ്റ്റർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസിഡൻറ്റ്സ് ദി ബർദോളി റെസൊല്യൂഷൻ വാസ് പാസ്ഡ്? ഓപ്ഷൻസ്: ജാലിയൻവാലാ ബാഗ് മസാക്കർ, ചൗരി ചൗര ഇൻസിഡൻറ്റ്, ഡെത്ത് ഓഫ് ലാല ലജ്പത് റായ്, നൺ ഓഫ് ദി എബോവ്.
ആൻസർ ഓപ്ഷൻ ബി ആണ് ചൗരി ചൗര ഇൻസിഡൻറ്റ്. ചൗരി ചൗര ഇൻസിഡൻറ്റിന് ശേഷമാണ് ബാർദോളി റെസൊല്യൂഷൻ പാസ്സാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദി ഐഡിയോളജീസ് ഓഫ് നോ ചേഞ്ചസ് ഇൻ ദി മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദി ഐഡിയോളജീസ് ഓഫ് നോ ചേഞ്ചസ് ഇൻ ദി മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ്മെൻറ്റ്സ്: ദി നോ ചേഞ്ചസ് opposed council entry. They advocated concentration of constructive work and continuation of boycott and non-cooperation. This school of thought, led by Vallabhbhai Patel, Rajendra Prasad, C. Rajagopalachari and M.A. Ansari, came to be known as the No Changes. Options: 1 only, 1 and 2 only, 2 and 3 only, 1, 2 and 3. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. നോ ചേഞ്ചസ് ഒപ്പോസ്ഡ് കൗൺസിൽ എൻട്രി. കൗൺസിൽ എൻട്രിയെ എതിർത്തവരായിരുന്നു നോ ചേഞ്ചസ്. ദേ അഡ്വക്കേറ്റഡ് ദി കോൺസെൻട്രേഷൻ ഓൺ കൺസ്ട്രക്റ്റീവ് വർക്ക് ആൻഡ് കണ്ടിന്യൂഷൻ ഓഫ് ബോയ്കോട്ട് ആൻഡ് നോൺ കോപ്പറേഷൻ. നോ ചേഞ്ചസ് എന്നറിയപ്പെടുന്നവരാണ് വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, സി രാജഗോപാലാചാരി, എം എ അൻസാരി. അടുത്ത ക്വസ്റ്റ്യൻ, അനുസൂയ സാരാഭായ് അസിസ്റ്റഡ് മഹാത്മാഗാന്ധി ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് അജിറ്റേഷൻ? ഓപ്ഷൻസ്: അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ദണ്ഡി, ചമ്പാരൻ, ഖേദ. ആൻസർ ഓപ്ഷൻ എ ആണ്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിൽ മഹാത്മാഗാന്ധിയെ അസിസ്റ്റ് ചെയ്തത് അനസൂയ സാരാഭായ് ആണ്. അനസൂയ സാരാഭായ് അസിസ്റ്റഡ് മഹാത്മാഗാന്ധി ഡ്യൂറിംഗ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സത്യാഗ്രഹ സഭ വാസ് ഫൗണ്ടഡ് ബൈ മഹാത്മാഗാന്ധി എഗെയിൻസ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട്സ്? ഓപ്ഷൻസ്: ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, റൗലറ്റ് ആക്ട് 1919, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ആൻസർ ഓപ്ഷൻ ബി ആണ്. റൗലറ്റ് ആക്ട് 1919 എഗെയിൻസ്റ്റ് ആയിട്ടാണ് സത്യാഗ്രഹ സഭ മഹാത്മാഗാന്ധിജി ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഡേഴ്സ് വെയർ എമംഗ് ദോസ് who left Congress after the declaration of non-cooperation program because they still believed in the lawful struggle? Subhash Chandra Bose, Annie Besant, G.S. Karpade, Muhammad Ali Jinnah, Jawaharlal Nehru. Options: 1, 2, 3 and 5, 2, 3 and 4, only 1 and 2, all of the above. Answer option B ആണ്. 2, 3 and 4. നോൺ കോപ്പറേഷൻ പ്രോഗ്രാം ഡിക്ലെയർ ചെയ്തതോടുകൂടി കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളെയാണ് ചോദിച്ചത്. ആനി ബസന്റ്, ജി എസ് കാർപ്പാടെ, മുഹമ്മദ് അലി ജിന്ന. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദി ഫോളോയിങ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദി ഹരേക്ക റിലീജിയസ് മൂവ്മെൻറ്റ്? ഹൂ എമംഗ് ദി ഫോളോയിങ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദി ഹരേക്ക റിലീജിയസ് മൂവ്മെൻറ്റ്? ഓപ്ഷൻസ്: റാണി ഗൈഡൻല്യൂ, ജെ എം സെൻഗുപ്ത, അരുണ അസഫ് അലി, നൺ ഓഫ് ദി എബവ്. ആൻസർ ഓപ്ഷൻ എ ആണ്. റാണി ഗൈഡൻല്യൂ ആണ് ഹരേക്ക റിലീജിയസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട വ്യക്തി. ഹരേക്ക റിലീജിയസ് മൂവ്മെൻറ്റ്, റാണി ഗൈഡൻല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദി പീപ്പിൾ വെർ ഗ്യാതേർഡ് ഇൻ ജാലിയൻ വാലാ ബാഗ് ടു പ്രൊട്ടസ്റ്റ് ദി അറസ്റ്റ് ഓഫ് ഹും എമംഗ് ദി ഫോളോയിങ് ലീഡേഴ്സ്? ഓപ്ഷൻസ്: ഭഗത് സിംഗ് ആൻഡ് ഡോക്ടർ സത്യപാൽ, ഭഗത് സിംഗ് ആൻഡ് രാജ്ഗുരു, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ആൻഡ് മഹാത്മാഗാന്ധി, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ആൻഡ് ഡോക്ടർ സത്യപാൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ആൻഡ് ഡോക്ടർ സത്യപാൽ. ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടിയത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദി ഡിമാൻഡ്സ് ഓഫ് ദി ഖിലാഫത്ത് മൂവ്മെൻറ്റ്. The Turkish Sultan of Khalifa must retain control over the Muslim sacred places in the erstwhile Ottoman Empire. The Jazirat-ul-Arab must remain under Muslim sovereignty. The Khalifa must be left with sufficient territory to enable him to defend the Islamic faith. Which of the following statement is or are correct? Options: only 1, 1 and 2 only, 1 and 3 only, all of the above. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ്. എല്ലാം കറക്റ്റാണ്. ഓട്ടോമൻ എംപയറിന് കീഴിലുള്ള മുസ്ലിം സേക്രഡ് പ്ലേസസിൻ്റെ എല്ലാം കൺട്രോള് ഖലീഫയ്ക്ക് അല്ലെങ്കിൽ ടർക്കിഷ് സുൽത്താന് ലഭിക്കണം. ജസീറത്തുൽ അറബ് മുസ്ലിം സോവേർണിറ്റിക്ക് കീഴിൽ നിലനിൽക്കണം. അതായത് അറേബ്യ, സിറിയ, ഇറാഖ്, പാലസ്തീൻ എന്നിവ മുസ്ലിം സോവേർണിറ്റിക്ക് കീഴിൽ നിലനിൽക്കണം. ഖലീഫയ്ക്ക് സഫീഷ്യൻറ്റ് ടെറിട്ടറി എനേബിൾ ചെയ്യണം ടു ഡിഫെൻഡ് ദി ഇസ്ലാമിക് ഫെയ്ത്ത്. ഇതെല്ലാമാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഡിമാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വെർ ദി റെക്കമെൻഡേഷൻസ് ഓഫ് വൈറ്റ്ലി കമ്മീഷൻ? അഡോപ്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് വേജസ് ഇൻ ജൂട്ട് ഇൻഡസ്ട്രീസ്, ഫോർമേഷൻ ഓഫ് വർക്ക്സ് കമ്മിറ്റി,
To promote cordial relations between the employees and employers. Options 1 only, 2 only, both 1 and 2, neither 1 nor 2. ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടും ശരിയാണ്. വൈറ്റ്ലി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് അഡോപ്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് വേജസ് ഇൻ ജൂട്ട് ഇൻഡസ്ട്രീസ്, ഫോർമേഷൻ ഓഫ് വർക്ക്സ് കമ്മിറ്റി ടു പ്രൊമോട്ട് കോഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ ദി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്